ഈ പറയുന്ന സ്ത്രീകളുടെ പ്രവേശനം അത് അമ്പലത്തിൽ ശബരിമലയിൽ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു വഴി ഇവിടെ വന്നപ്പോൾ അതിനെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ അവിടെ ഒരു മുഴച്ചു നിന്നത് ഏച്ചുകെട്ടലായിട്ട് നമുക്ക് തോന്നിയത് ഈ മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യമാണ്. കാരണം അവരവിടെ നിൽക്കുമ്പോൾ അവർ സ്വയം ഈ പർദ്ദയൊക്കെ അണിഞ്ഞ് അടിമത്തത്തിൻ്റെ ചിഹ്നം അത് അവരുടെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പർദ്ദ അണിഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്നിരുന്നത്. ഒന്നത്. രണ്ട്, അതായത് അവരുടെ ആ മതത്തിൽ ഈ പറയുന്ന പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവിടെ നിലനിൽക്കുക. അന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് കയറാലോ, ഞാൻ കയറാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായാലും ആ കള്ളിയൊക്കെ പൊളിഞ്ഞു. കാരണം ഇസ്ലാമിനകത്ത് ഒരു വലിയ പ്രശ്നമാണ് ഈ സംഗതി. സുന്നികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ യാഥാസ്ഥിതിക ആ ഒരു ഇസ്ലാമിക സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ APK സുന്നികൾ എന്നൊക്കെ പറയുന്ന ആ വിഭാഗത്തിൽ യാത്രക്കാരായ ആളുകൾക്ക് മാത്രമേ പള്ളി കയറാൻ പറ്റുള്ളൂ. അതിന് അവർ ടിക്കറ്റും കൊണ്ടാണ് നടക്കാറുള്ളത്. അല്ലെങ്കിൽ അവർക്ക് കയറാൻ പറ്റില്ല. പട്ടിക്കൂട് പോലൊരു സാധനം ഈ പള്ളികളുടെയൊക്കെ വാതുക്കൾ പറഞ്ഞ് പണിതിട്ടുണ്ടാവും. അത് ആരും കയറാനുണ്ടാവില്ല. കയറിയാൽ തന്നെ ഇനി അവിടെ വല്ല കുറുക്കനൊക്കെ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് പോലും പിടിയില്ല. അമ്മാതിരി ഒരു സ്ഥലം. ഇതാണ് ഈ APK സുന്നികളുടെ ഈ സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഞങ്ങൾക്കുണ്ട് പള്ളി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാലിത്തൊഴുത്ത് പോലെ ഒരു ഔട്ട് ഹൗസ് പോലെ പണിതിട്ടിരിക്കുന്ന ഒരു സാധനം. ഇതാണ് ഈ സുന്നികളുടെ പള്ളി, സ്ത്രീകൾക്കുള്ള പള്ളി. എന്നാൽ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾക്ക് അവരുടെ പള്ളിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇത് പണിതിടുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇവിടെ പൊളിറ്റിക്കലി ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ മിക്കവാറും ഇതുപോലുള്ള കമൻ്റൊക്കെ ഇട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് മിക്കവാറും ഈ സലഫി, മുജാഹിദ്, ജമാഅത്ത് ഇതിൻ്റെ വിഭാഗത്തിലുള്ള ആളുകളാകുമ്പോൾ അവരൊന്ന് പറയാം ഞങ്ങളുടെ പെണ്ണുങ്ങൾ പോകാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി വരില്ല. ഇത് ആളുകളെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു കള്ളത്തരം അത് ഇവിടെ പൊളിഞ്ഞു. കാരണം ഇതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം.